ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ മീനഭരണി മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് കാവതീണ്ടൽ. മഹോത്സവത്തിനു വേണ്ടി തിരുവോണനാളിൽ കോഴിക്കല്ല് മൂടിയൽ അന്നുമുതൽ അശ്വതി നാൾ കാലത്ത് 10 മണി വരെ പകൽ മുഴുവനും നട തുറന്നിടും. രാത്രി മാത്രമേ നട അടയ്ക്കുകയുള്ളൂ. 7 ദിവസം പകൽ മുഴുവനും നട തുറന്നിടും. ഈ വർഷത്തെ വിശേഷ പ്രസിദ്ധമായ അശ്വതി കാവതീണ്ടൽ മാർച്ച് 21 തീയതിയാണ്. ഈ സമയങ്ങളിൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഭക്തിസാന്ദ്രമായിരിക്കും. ഒരുപാട് ഭക്തർ എത്തിച്ചേരും. അശ്വതി ദിവസം കാലത്ത് 10 മണി മുതൽ 3 മണി വരെ നീണ്ടുനിൽക്കുന്ന പൂജയാണ്. ദേവിക്ക് തൃച്ചന്ദനം ചാർത്തുന്നത് ദിവ്യമായ മരുന്ന് പുരട്ടിയാണ്. ദേവി ദാരികാസുരനുമായുള്ള യുദ്ധത്തിൽ അമ്മയ്ക്ക് പരിക്ക് പറ്റുമെന്നതാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഈ ചടങ്ങ്. ഈ പൂജ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് കാവതീണ്ടൽ ആരംഭിക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒരുപാട് ആൾത്തറകളുണ്ട്. ഓരോ ദേശക്കാരുടെ വകയാണ് അത്. അവിടെയാണ് കോമരങ്ങൾ ഇരിക്കുന്നത്. കോമരം എന്ന് പറഞ്ഞാൽ ദേവിയെ യുദ്ധത്തിന് സഹായിക്കാൻ വരുന്ന പടയാളികളാണ്. കോമരം എത്തിക്കഴിഞ്ഞാൽ ദേവി വന്നതുപോലെയാണ്. അണിഞ്ഞൊരുങ്ങി ചെമ്പട്ടെടുത്ത് അരയിൽ അരമണിയും അണിഞ്ഞ് കയ്യിൽ വാ ഉരുളും ചിലമ്പുമേന്തി നിൽക്കുന്ന കോമരത്തെ കണ്ടാൽ സാക്ഷാൽ ദേവി തന്നെയാണ്. കാവതീണ്ടാൻ സമയമാകുമ്പോൾ കൃഷ്ണപ്പരുന്ത് 3 പ്രാവശ്യം അമ്പലത്തിനെ വലം വെച്ച് പടിഞ്ഞാട്ട് പറന്നുപോകും. അപ്പോൾ കാവതീണ്ടൽ ആരംഭിക്കും. എല്ലാ കോമരങ്ങളും ആൾത്തറയിൽ നിന്ന് ഓടി അമ്പലത്തിന് 3 പ്രദക്ഷിണം വയ്ക്കും. മറ്റു ഭക്തർ അമ്പലത്തിന്റെ ചെമ്പോലയിൽ അടിച്ച് അമ്മേ ശരണം, ദേവി ശരണം എന്ന് ആർത്തുവിളിച്ച് ഓടുന്നതാണ് കാവതീണ്ടൽ. ഇത് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്താണ് നടക്കുന്നത്. അശ്വതി കാവതീണ്ടൽ നടന്നു കഴിഞ്ഞാൽ പിന്നെയും നട തുറക്കുന്നത് 7 ദിവസം കഴിഞ്ഞ് പൂയം നാളിലാണ്.